തേജസ്, ഇതാണ് ഇന്ന് രാത്രിയിലെ സന്ദേശത്തിന്റെ ഹെഡിങ്. റോമലേഖനത്തിൽ നിന്നാണ് വാക്യം വായിച്ചത്. ദൈവമക്കൾ ആത്മീകമായിട്ട് വളർന്നുകൊണ്ടിരിക്കേണ്ടവരാണ്. ഒരേ ലെവലിൽ നമുക്ക് നിൽക്കാൻ പാടില്ല. ഒരു സൈക്കിൾ മറിയാതെ നിൽക്കുന്നത് ഓടുന്നത് കൊണ്ടാണ്. ഒരു ക്രിസ്ത്യാനി വളരുന്നില്ലെങ്കിൽ വീണു എന്നാണ് അർത്ഥം. വളരുന്നില്ലെങ്കിൽ തളർന്നു എന്നാണ് അർത്ഥം. മുമ്പോട്ടില്ലെങ്കിൽ പുറകോട്ട് പോയെന്നാണ് അർത്ഥം. ഒരേ ലെവലിൽ നിൽക്കുന്ന വണ്ടി അല്ല ഇത്. ആത്മീയമായി വളർച്ച പ്രാപിക്കുന്നതിനെ കുറിച്ച് നാം ബോധവാന്മാരാകണം. വളരുവാൻ നിങ്ങൾ തിരുവെഴുത്തിന്റെ ആഴങ്ങളിലൂടെ യാത്ര ചെയ്യുവാൻ സമയം കണ്ടെത്തണം. ഞാൻ ഇന്ന് രാത്രി റോമാലേഖനത്തിലൂടെ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഈ പുസ്തകത്തിനകത്ത് തേജസ് 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 എന്ന പദം നിങ്ങൾ എണ്ണി നോക്കിയാൽ 20-ൽ കൂടുതൽ പ്രാവശ്യം കാണാം. തേജസ്. നമുക്ക് പ്രധാനപ്പെട്ടതും ആദ്യ ഭാഗങ്ങളിൽ ഉള്ളതുമായ ഒരെണ്ണം നമുക്ക് ആദ്യമേ എടുക്കാം. റോമർ 3:23. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ. അപ്പോൾ അതിന് ആ വാക്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മറ്റൊരു ചിന്ത ലഭിക്കുന്നു. തേജസ് ഉണ്ടായിരുന്ന മനുഷ്യൻ. അപ്പൊ ഒന്നാമത്തെ ചിന്ത, തേജസ് ഉണ്ടായിരുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തേജസ് ധരിച്ചിരുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കാഞ്ഞ മനുഷ്യൻ, തേജസ് ഉടുത്തിരുന്ന മനുഷ്യൻ, തേജസ് മാത്രം ധരിച്ചിരുന്ന മനുഷ്യൻ. അങ്ങനെയൊരു കാലമാണ് പുറകോട്ട് പോയാൽ മാനവജാതിക്ക് കാണാനുള്ളത്. എന്നാൽ ആ തേജസ് നഷ്ടപ്പെട്ടു പാപം ചെയ്തപ്പോൾ. അവിടെ ബൈബിളിലെ പ്രയോഗം ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നാണ്. അപ്പൊ മരിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തേജസ് നഷ്ടപ്പെടുമെന്നാണ്. തിന്നു, ആ സെക്കൻഡിൽ അവരുടെ തേജസ് നഷ്ടപ്പെട്ടു. മാത്രമല്ല, എണ്ണി പഠിച്ചാൽ 13 സുപ്രധാന നഷ്ടങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് തേജസ് നഷ്ടപ്പെട്ടു എന്ന ഒറ്റ വാക്കിൽ പൗലോസ് അതിനെ ഒതുക്കുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അതിനോട് ചേർന്ന് അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു പോയി. ഞാൻ വിവരിക്കാം. ലോകത്തിലുള്ള കൊമ്പനാനയെയും കാട്ടുപോത്തിനെയും സിംഹത്തെയും കരടിയെയും ഹിപ്പോപ്പൊട്ടാമസിനെയും എന്ന് വേണ്ട പ്രപഞ്ച ശക്തികളെയും സൂര്യനെയും ചന്ദ്രനെയും അടക്കം ഭരിക്കുവാനുള്ള അധികാരം കൊടുത്താണ് ദൈവം മനുഷ്യനെ ഭൂമിയിൽ ആക്കിയത്. ആ അധികാരം മനുഷ്യൻ നഷ്ടപ്പെടുത്തിയെങ്കിലും ജോഷുവ ഒരിക്കൽ ഉപയോഗിച്ചു. ചന്ദ്രനെയും സൂര്യനെയും നിലയ്ക്ക് നിർത്തിയ സംഭവം ഒരു ദൈവദാസന്റെ വാക്കിന്റെ മുമ്പിൽ പ്രപഞ്ചം നിശ്ചലമായ സംഭവം ബൈബിളിലുണ്ട്. അതൊരു അത്ഭുതമല്ല, അതൊരു മടങ്ങിപ്പോക്കാണ്. മനുഷ്യന് ദൈവം കൊടുത്തിരുന്ന അധികാരത്തിലേക്ക് അവൻ ഒരിക്കൽ തിരികെ പോയ രംഗമാണ് ജോഷുവയിൽ കാണുന്നത്. നാം യെശയ്യാ പ്രവചനത്തിൽ കാണുന്നത് ചെന്നായ കുഞ്ഞാടിനോട് കൂടെ ആയിരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരുന്ന കാലത്തെ കുറിച്ചാണ് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചുള്ള പ്രവചനത്തിൽ നാം കാണുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ, യഥാർത്ഥം പറഞ്ഞാൽ, മനുഷ്യൻ വളരെയധികം വിലപ്പെട്ട ജീവിയാണ്. അവൻ മൃഗത്തിൽ നിന്ന് പരിണമിച്ചു വന്നവനാണ് എന്ന ചിന്ത വളരെ ദരിദ്രമായി പോയി, വളരെ വില കുറഞ്ഞ ചിന്തയായി പോയി. മനുഷ്യൻ മൃഗവുമായി ബന്ധമുള്ളവനല്ല.
മനുഷ്യൻ വളരെ വിലപ്പെട്ടവനും വ്യത്യസ്തനുമാണ്. ഈ ഭൂമിയിലുള്ള യാതൊന്നിനെയും ദൈവം കൈകൊണ്ട് സൃഷ്ടിച്ചില്ല. ദൈവം തന്റെ കൈകൊണ്ട് മെനഞ്ഞ ഒരൊറ്റ ജീവിയേ ഉള്ളൂ, അത് മനുഷ്യനാണ്. രണ്ട്, ഈ പ്രപഞ്ചത്തിൽ ഒരൊറ്റ വസ്തുവിനോ ജീവിക്കോ ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും കൊടുത്തിട്ടില്ല. ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും ലഭിച്ച ഏക ജീവി മനുഷ്യനാണ്. മൂന്ന്, ദൈവത്തിന്റെ അംശം അകത്താക്കിയ ഒരൊറ്റ ജീവിയേ ഉള്ളൂ, അത് മനുഷ്യനാണ്. ഞാൻ വിവരിക്കാം. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ശ്വാസം അകത്ത് ഫില്ല് ചെയ്ത ഏക ജീവി മനുഷ്യനാണ്. വേറൊന്നിനും അത് ലഭിച്ചിട്ടില്ല. നാലാമത്തെ കാര്യം, തിരഞ്ഞെടുക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവം നൽകിയ ഏക ജീവിയും മനുഷ്യൻ മാത്രമായിരുന്നു. ഇങ്ങനെ വിലപ്പെട്ട ഒരുപാട് അവകാശങ്ങളും അധികാരങ്ങളുമായി മണ്ണിലേക്ക് വന്ന ഈ മനുഷ്യൻ അവന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പാപം ചെയ്തു. ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ദാനങ്ങളിൽ ഒന്ന് സ്വാതന്ത്ര്യമാണ്. അതായത് പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ദൈവം അന്നും ഇന്നും നമുക്ക് തന്നിരിക്കുന്നു. അഥവാ ദൈവം മനുഷ്യനെ ഒരു മൃഗത്തെ പോലെ വളർത്തുകയല്ല, കൂട്ടിലിട്ട് വളർത്തുകയല്ല. എനിക്കും നിങ്ങൾക്കും ഇഷ്ടമുള്ളത് ചെയ്യാൻ, ഇഷ്ടമുള്ളത് പറയാൻ, ഇഷ്ടമുള്ളത് ഭക്ഷിക്കാൻ, ഇഷ്ടമുള്ളത് പോലെ ജീവിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഒരു വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, നീ ഇത് ചെയ്തിട്ട് ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ വിചാരിച്ചു. അതിന്റെ അർത്ഥം, നിനക്ക് നിന്റെ തല കൊണ്ടേ ചിന്തിക്കാൻ പറ്റുള്ളൂ, എന്റെ തല കൊണ്ട് ചിന്തിക്കാൻ പറ്റുകയില്ല. നീ നിന്റെ ചിന്ത വെച്ച് എന്നെ അളന്നതാണ് നിനക്ക് പറ്റിയ പരാജയം. അതെ, എല്ലാ വിഷയത്തിലും അത് ഓർത്തുകൊള്ളുക. നാം മനുഷ്യരെ കണ്ടിട്ടുള്ളൂ, ദൈവത്തെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മനുഷ്യരോട് ഇടപെട്ട പരിചയമേ ഉള്ളൂ. ആ മര്യാദ വെച്ച് നാം പലപ്പോഴും ദൈവത്തോട് ഇടപെടുന്നത്. വാസ്തവത്തിൽ ദൈവത്തെ പരിചയപ്പെട്ടാൽ നമ്മുടെ മനോഭാവം മാറും, നമ്മുടെ ചിന്താഗതി മാറും, നമ്മുടെ സ്വഭാവം മാറും, നമ്മുടെ കാഴ്ചപ്പാട് മാറും. അതെ, നാം ദൈവത്തെ പരിചയപ്പെടുന്നവരായി തീരട്ടെ. ഇങ്ങനെ ദൈവ തേജസ്സിനാൽ ഉടുപ്പിക്കപ്പെട്ട, ദൈവിക അധികാരമുള്ള, ഭരണമുള്ള, ദൈവിക ഭക്ഷണം കഴിച്ച, പർദീസായിൽ ജീവിച്ച അനുഗ്രഹിക്കപ്പെട്ട ഈ മനുഷ്യൻ, അവൻ ദൈവത്തിന്റെ കൂട്ടായ്മയിലായിരുന്നു നടന്നിരുന്നത്. പക്ഷേ പാപം നിമിത്തം അവൻ ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇവനെ പാപത്തിലേക്ക് വീഴ്ചത് പിശാചാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചാട്ടെ. ആദിയിൽ ദൈവം ആകാശവും മൂന്നിന്റെ ഒന്ന് യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്തോത്രം. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് വാക്കുകൾ അണ്ടർലൈൻ ചെയ്യാം. ഒന്ന് യാതൊരു എന്ന വാക്കും, മറ്റൊന്ന് വാസ്തവമായി എന്ന വാക്കും. അപ്പൊ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും തിന്നരുതെന്ന് പറഞ്ഞുവെങ്കിൽ അപ്പൊ പിന്നെ ഇവർ പട്ടിണിയാണെന്ന് വരുന്നു. ആ നിലയിൽ നമ്മൾ അത് ചിന്തിക്കാറില്ല പലപ്പോഴും. പിശാച് പലപ്പോഴും നമ്മുടെ അടുക്കൽ കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ നമുക്ക് മനസ്സിലാകത്തില്ല. യാതൊരു വൃക്ഷത്തിന്റെ ഫലവും എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ പട്ടിണിക്ക് കിടക്കുന്നു എന്നല്ലേ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ സംഭാഷണം പൂർണ്ണ രൂപത്തിൽ ഞാൻ നിങ്ങളോട് പറയാം. ബൈബിളിൽ ഈ കഥ മുഴുവൻ എഴുതാൻ നേരെയില്ല. അതിന്റെ പ്രധാന കാര്യം എഴുതിയിട്ടുള്ളൂ. സംഭാഷണത്തിന്റെ പൂർണ്ണ രൂപം ഞാനൊരു ഭാവനയിൽ പറയാം. ആദമില്ലാത്ത സമയം നോക്കി പിശാച് വീട്ടിൽ വരുന്നു, ഹവയോട് പരിചയപ്പെടുന്നു, ഗുഡ് മോർണിംഗ് പറയുന്നു. അദ്ദേഹം പറയുന്നു, മാഡം എൻ്റെ പേര് ലൂസിഫർ, ഞാനായിരുന്നു പണ്ട് ഇവിടെ താമസിച്ചിരുന്നത്. ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പുറത്ത് ഞാനിപ്പോൾ ഇവിടുന്ന് മാറി നിൽക്കുന്നതാണ്. നിങ്ങൾ പുതിയ താമസക്കാരായതുകൊണ്ട് പല ദിവസമായി പരിചയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു.